10-15 മണിക്കൂറുകൾ പിന്നിടുകയാണ് ദേശീയപാതയിൽ മുരിങ്ങൂര് അടിപ്പാതയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ബ്ലോക്ക് തുടങ്ങിയിട്ട്. ഈ 15 മണിക്കൂർ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ഈ ഒരു ബ്ലോക്ക് ഇന്ന് രാവിലെ ആയിട്ടും ഉച്ചയോട് അടുക്കുമ്പോഴും ഇത് തീരുന്നില്ല എന്നതാണ് വാസ്തവം. അതുമാത്രമല്ല 10-16 കിലോമീറ്ററിന് അധികം ഈ ഒരു ബ്ലോക്ക് റോട്ടിൽ വണ്ടികൾ നിർത്തിയിടേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കേരളത്തിന് തന്നെ വലിയൊരു അപമാനകരമായ രീതിയിലേക്ക് ചരിത്രത്തിൽ തന്നെ ഇത്രമാത്രം വലിയൊരു ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഏറ്റവും കാരണക്കാരനായ ഈ ഒരു മുരിങ്ങൂര് അടിപ്പാതയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ആ ഒരു 10-16 കിലോമീറ്ററിലധികം നീളമുള്ള ആ ഒരു ബ്ലോക്ക് ആരംഭിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകൾ നിർമ്മിച്ചപ്പോൾ അത് വേണ്ടത്ര കൃത്യതയോടെയോ അല്ലെങ്കിൽ വേണ്ടത്ര ഉറപ്പോടുകൂടിയോ നിർമ്മിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇത് അധികൃതരുടെ ഒരു ദേശീയപാത അതോറിറ്റിയുടെ ഒരു വലിയൊരു അനാസ്ഥ തന്നെയാണ്. കൃത്യമായി 2 സൈഡിലുള്ള സർവീസ് റോഡുകൾ ചന്ദ്രൻ്റെ ഉപരിതലം നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്, ഗർത്തങ്ങൾ നിറഞ്ഞാണ്. പക്ഷേ അതിനേക്കാളും വലിയ ഗർത്തങ്ങൾ നിറഞ്ഞ ഒരു സർവീസ് റോഡാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആംബുലൻസുകളായാലും വലിയ വലിയ വാഹനങ്ങൾ, ബസ്സുകൾ എല്ലാം തന്നെ നിർത്തി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഒരു വലിയൊരു ബ്ലോക്കിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയാനായിട്ട് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ. കഴിഞ്ഞ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം ടോൾ പിരിവ് നിർത്തിവെച്ചതിന് ശേഷം യാതൊരു തരത്തിലുള്ള ഒരു മെയിൻ്റെനൻസ് പ്രവർത്തനങ്ങൾ ഈ 2 സർവീസ് റോഡുകളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നില്ല. അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് വാഹനങ്ങൾ കിലോമീറ്ററുകളോളം നീണ്ടുന്ന ബ്ലോക്ക് വന്നാൽ പോലും മനഃപൂർവ്വം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ, ജനങ്ങൾ കഷ്ടപ്പെട്ടോട്ടെ എന്ന രീതിയിൽ തന്നെയുള്ള അവസ്ഥയാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം. ഈ ഒരു ബ്ലോക്ക് എത്രത്തോളം നീണ്ടു നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അതൊന്ന് കാണാം. ഇന്നലെ രാത്രി മുതൽ മുരിങ്ങൂർ ദേശീയപാതയിൽ ആരംഭിച്ച ആ ബ്ലോക്കിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ലൈനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ആ പാലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. ഇവിടെ നിന്നാണ് വണ്ടികൾ അങ്ങോട്ട് കടത്തി വിടുന്നത്. ഇതിപ്പോൾ ആ റോട്ടിൽ, അതായത് അടിപ്പാതയിലുള്ള ബ്ലോക്ക് കുറച്ചും കൂടി ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഒഴിവാക്കാനായിട്ട് വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഈ ഒരു അടിപ്പാതയിലേക്കുള്ള റോഡ് ആരംഭിക്കുന്നത്. ഈ ഒരു ബ്ലോക്കിലേക്ക് വരുത്തി വെച്ചതാണ് ഈ ഒരു മുരിങ്ങൂര് അടിപ്പാത എന്ന് പറയുന്നത്. അധികൃതരുടെ അനാസ്ഥ മൂലമുണ്ടായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ഈ ഒരു പ്രദേശം മുഴുവൻ, ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക്, ഇത്രയും ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മുരിങ്ങൂര് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആ റോട്ടിലേക്ക്, ഹൈവേയിലേക്ക് കടക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന് 2 വഴിയിലേക്കായിട്ട് വാഹനങ്ങളെ പോലീസ് എപ്പോഴും തിരിച്ചുവിടുന്നുണ്ട്. ഇത് എപ്പോഴും ഇവിടെയുള്ളൊരു ഇതാണ്. ഹൈവേയിൽ അല്ലെങ്കിൽ പ്രധാന റോട്ടിൽ ബ്ലോക്ക് കൂടി കഴിഞ്ഞാൽ ചെറുവാഹനങ്ങൾ, പ്രത്യേകിച്ച് കാറുകൾ പോലുള്ള മറ്റു വാഹനങ്ങളെല്ലാം തിരിച്ച് ഇതുവഴി ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇത്തരത്തിലൊരു ചെറിയൊരു വഴിയിലേക്ക് കൂടി കടത്തിവിടുകയാണ്. ഇത് കടത്തി ചെന്ന് നേരെ മേലൂര് ഭാഗത്തേക്ക് മറ്റൊരു ഇടറോട്ടിൽ കയറി അവിടെ നിന്ന് വേറൊരു വഴിയിലേക്കാണ് ഈ ചെറുവാഹനങ്ങളെ, അത് പലപ്പോഴും ഒരു പക്ഷേ ഈ ഒരു പ്രദേശത്തുള്ളവരായിരിക്കില്ല, മറ്റു ദൂരയിൽ നിന്ന് വരുന്നവരൊക്കെ ആയിരിക്കും, അവരെ പോലീസ് ഈ വഴിയിലേക്ക് കടത്തിവിട്ട് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവരെ എന്ന രീതിയിലേക്ക് കടത്തിവിടുന്നു. ഇത് മറ്റൊരു ദ്രോഹമാണ്, ജനദ്രോഹമാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്ന് അറിയാതെ വരുന്ന വാഹനങ്ങൾക്കും ഒപ്പം ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും. കാരണം ഏകദേശം ഇരട്ടിയിലധികം കിലോമീറ്ററുള്ള അവർ ഓടണം, മണിക്കൂറുകൾ അവർ യാത്ര ചെയ്യണം തിരിച്ച് അവർക്ക് പ്രധാന ഹൈവേയിലേക്ക് എത്താൻ. പക്ഷേ ഈ ഒരു മെയിൻ റോട്ടിലെ ബ്ലോക്ക് ഒഴിവാക്കണമെന്ന ചിന്തയിൽ പോലീസ് അവരെ അത്തരത്തിൽ കടത്തിവിടുകയാണ്. പക്ഷേ ഈ നാട്ടുകാർ ഒരുപക്ഷെ അവർക്കറിയാം ഈ ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥ. എന്തായാലും ഈ നാട്ടുകാരനായ ഒരു ചേട്ടൻ നമ്മളൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ റോട്ടിലൂടെ ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട് അല്ലേ? എന്താണ് ഈ റോഡിൻ്റെ ഒരു അവസ്ഥ? ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. എന്നുവെച്ചാൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ.
ഇന്നലെ ആഗസ്റ്റ് 15 ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വന്നതാണ്. അത് ആ കുട്ടിയുടെ ചെളി മൊത്തം വീണ് ഇതായി. എത്ര ബൈക്ക് അവിടെ വരുന്ന ആക്സിഡൻ്റ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഈ പോലീസുകാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലൊരു മാനേജറുണ്ട്. ആ മാനേജർ പറയും നാളെ ശരിയാക്കാമെന്ന്. നിങ്ങൾ ആ വഴി ഒന്ന് പോയി നോക്കിയാൽ മതി. ഇത് വഴി തെറ്റി പലരും പല വഴിക്ക് കയറിപ്പോണ്. ഒരു ചാലക്കുടിയിൽ നിന്ന് ഈ സർവീസ് റോഡിലൂടെ മുരിങ്ങൂർ ജംഗ്ഷൻ എത്തിറങ്ങിയ 1.5 മണിക്കൂറാണ്. അത്ര കഷ്ടപ്പാട്. എത്ര പ്രായമുള്ള കുടുംബക്കാരെന്ന് പറയുമ്പോൾ അവിടെ താമസിക്കുന്നത് 10-200 വീട്ടുകാരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റണില്ല. അതേമാതിരി അവസ്ഥ. ആ മാനേജറാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. പോലീസുകാർ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ദിശയിലേക്ക് വിട്ടണ്. പക്ഷേ ഈ അറിയാത്ത ജനങ്ങൾ ഇപ്പം ഈ പോകുന്ന കാറുകളെല്ലാം ആ വഴിയിലൂടെ പോകുന്നു. അവരെ സംബന്ധിച്ചുള്ള അറിയില്ല ആ വഴിയുടെ ദുരവസ്ഥ. ഇവര് എത്തേണ്ട സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ കൂടുതൽ, മണിക്കൂറുകൾ അധികം യാത്ര ചെയ്താലല്ലേ ഇനി എത്തുള്ളൂ. അതുള്ളത് ഇനി ഇവിടുന്ന് ഈ തിരിച്ചു വിടുന്ന വണ്ടി കൊച്ചി ജംഗ്ഷനിലെത്തണമെങ്കിൽ 15 കിലോമീറ്റർ കറങ്ങണം. അത് നടുത്തിരുത്ത വഴി എല്ലാ സർവീസ് റോഡും ആകെ പോയി കിടക്കാം. ഒരു 4 കിലോമീറ്റർ ഹൈവേ കൂടെ പോകേണ്ട ദൂരത്തിനാണ് 15 കിലോമീറ്റർ ഈ ചെറു വാഹനങ്ങൾ മുരിങ്ങൂർ അടിപ്പാതയിൽ നിന്നും തിരിച്ചുവിടുന്നത്. പോലീസ് അവരെ തിരിച്ചുവിടുന്നു. പക്ഷേ ആ റോഡിൻ്റെ അവസ്ഥ അത് വളരെ മനോഹരമായ റോഡായിരുന്നു. പക്ഷേ ഇതേപോലെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് അത് തോട് അതിലും നന്നായി നേരപ്പായി കിടക്കുന്നതുകൊണ്ടല്ലേ. ഇപ്പം നാളെ ഞങ്ങൾ ചില അവിടെ തടുക്കാൻ പോകുന്ന നാട്ടുകാർ, അല്ലാണ്ട് നിർത്തിയില്ല. അയാളൊന്ന് കണ്ണ് തുറക്കാൻ വേണ്ടിയാണ്. ഇവിടെ കളക്ടർ വന്നിട്ട് പറഞ്ഞു ഇപ്പം ശരിയാക്കി തരുന്നു. ഞങ്ങളാണ് കഷ്ടപ്പെടുന്നത്. ഞങ്ങൾ തന്നെയല്ല, ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും ആ വഴിക്ക് ഒരു കുഴി ചാടിയ പിന്നത്തെ കാറ് അടുത്ത കുഴിയിലാണ്. അതേ കണ്ടീഷനാണ്. നിങ്ങളൊന്ന് പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം റോഡിൻ്റെ അവസ്ഥ. ദുരിതമാണ് ഇത്. ഇപ്പൊ കണ്ടില്ലേ, പാലത്തിന്റെ മുകളിൽ കൂടെയാണ് കയറി പോകണത്. ഇങ്ങനെ പോകാൻ പാടില്ല നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാ, 3 മണിക്കൂറായി. 3 മണിക്കൂറായി തൃശ്ശൂരിൽ നിന്ന് തന്നെ. ഇത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയും. അതായത് നമ്മളിപ്പോൾ കാണുന്ന പോലെ 2 വീലർ, ഇത് ചാലക്കുടി പുഴയാണ്. പുഴയുടെ ഈ ഒരു നടപ്പാതയിലൂടെയാണ് 2 വീലറൊക്കെ പോകേണ്ട അവസ്ഥയിലേക്ക്. ഒരിക്കലും പോകാൻ പാടില്ലാത്തതെന്ന് അറിയാം. എങ്കിലും 3 മണിക്കൂറായി 2 വീലർ പോലും ഈ ഒരു ബ്ലോക്കിൽ കിടക്കുന്ന അവസ്ഥ. ഇത്രമാത്രം ഭീകരമായ അവസ്ഥയിലേക്കാണ് ദേശീയപാത അതോറിറ്റി ഈ ഒരു ടോൾ നിർത്തലാക്കിയതിന് ശേഷം ഈ ഒരു മുരിങ്ങൂർ പാതയെ ചെന്നെത്തിച്ചിരിക്കുന്നത്. എത്ര നേരമായിട്ടാ ബ്ലോക്കിൽ? 2 മണിക്കൂറായി. എപ്പോഴും ഈ ഒരു ബ്ലോക്ക് ഈ ഭാഗത്തുണ്ടല്ലോ, ദിനം പോകുന്ന വഴിയാണ്. എന്താണ് പറയാനുള്ളത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഇവിടുന്ന് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മുരിങ്ങൂർ അടിപ്പാതയിലേക്കുള്ളത്. പക്ഷേ ഈ 2 കിലോമീറ്ററിന് വേണ്ടി 2-3 മണിക്കൂറുകളിലധികം യാത്ര ചെയ്യേണ്ട ആളുകളെ കുറിച്ചാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എവിടെ നിന്നാണ് നിങ്ങൾ? കോഴിക്കോട് നിന്ന്. ഇപ്പൊ എത്ര നേരം ഈ ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? 2 മണിക്കൂറിലധികമായി നിങ്ങൾ ഈ ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? എവിടേക്കാണ് പോകുന്നത്? എറണാകുളത്തേക്ക് പോകുന്നത്. ഇതേപോലെ ഒരുപാട് എപ്പോഴും സ്ഥിരം പോകുന്നതാണോ ഈ വഴി? എപ്പോഴും ഈ ഒരു ബ്ലോക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു വഴിയിൽ അല്ലേ? ഓക്കെ, എന്തായാലും കുടുംബമായിട്ട് ഫാമിലിയായിട്ട് പോകേണ്ടവർക്കൊക്കെ മണിക്കൂറുകളാണ് ഈ ഒരു ബ്ലോക്കിൽ കിടക്കേണ്ടതെന്നാണ്. വളരെ എത്ര നേരം ചേട്ടാ? ഞങ്ങൾ 1.5 മണിക്കൂറേ സാറേ, 1.5 മണിക്കൂർ. എയർപോർട്ട് പോകണം. അവിടെ മോനെ ഇറങ്ങിയിട്ട് പോകാൻ വഴിയിലാതിരിക്കുന്നു. എവിടേക്ക് എത്തേണ്ടതാണ് എയർപോർട്ട് മോനെ വരികയാണ്. പാലക്കാട് പാലക്കാട്ടേക്ക് പോകുന്നു. പാലക്കാട് വടക്കഞ്ചേരി. അപ്പൊ മോനിപ്പോ അവിടെ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടി. 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറായി താമസിച്ചിട്ടല്ലേ? നമുക്കറിയാം നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇവിടെ ഈ വഴി തന്നെയാണ്. അതുകൊണ്ട് എയർപോർട്ടിൽ പോകുന്നവരും ഈ വഴിയിൽ പോകുന്നുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് വരുന്നവരൊക്കെ ഈ ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. അവർക്കാണ് ഈ ഒരു വലിയൊരു ദുരിതം അനുഭവിക്കുന്നത്. ഇന്നലെ രാത്രി തിരൂരിൽ നിന്ന് 3.5 മണിക്ക് വന്ന വണ്ടിയാണ്. 150 കിലോമീറ്റർ ഓടാനുള്ളൂ. അമലൻ്റെ അവിടെ തൃശ്ശൂർ 2.5 മണിക്കൂറാണ് ബ്ലോക്ക്. ഇത് കഴിഞ്ഞിട്ട് അപ്പുറം. അപ്പോൾ ഈ ഒരു വണ്ടി ഡീസലും അടിച്ചിട്ട് ഇത് അവിടെ എത്തുമ്പോൾ എപ്പോഴാണ് അവിടെ എത്തുക? ഞങ്ങൾക്ക് എന്താ അതിൽ ലാഭം? ഈ റോഡ് ആജാതി കുണ്ടും കുഴിയാണ്. ടോളിന് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇടുക, ഇല്ലെങ്കിൽ അവരെ വായൊക്കെ എടുക്കുന്നത് നമ്മൾ. ടോള് നിർത്തലാക്കിയതിന് ശേഷം ദേശീയപാത അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഒന്നും ചെയ്യുന്നില്ല. ഈ ബ്ലോക്ക് മാത്രം ബാലൻസ്, വേറെ ഒന്നുമില്ല. ഞങ്ങളെ പോലത്തെ എന്താ ചെയ്യുക? അല്ലെങ്കിലും മഴ ആയിട്ട് ലോഡില്ല. പിന്നെ ഈ ഉള്ള പ്രശ്നം ഇങ്ങനെയാണ്. ഇതിപ്പോൾ ആരോടാ ഇതിനെ പറ്റിയിട്ട് കംപ്ലൈൻറ്റ് വരിക? എത്ര ഡീസൽ വേണമെന്ന് ഇപ്പോൾ എത്ര ഇവിടെ തന്നെ 1 മണിക്കൂറായിപ്പോൾ ഈ ബ്ലോക്ക്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ പോലീസ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചാലക്കുടി ടൗണിലൊക്കെ ചെന്നിട്ട് അവിടെ ജാമായി കിടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇവിടുന്ന് എറണാകുളത്തുമ്പോൾ എത്ര മണിക്കൂർ കൊടുക്കും? ഈ ലോഡിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് തന്തക്കും തള്ളക്കും വിളി കേൾക്കാൻ വയ്യ. നമ്മളിത് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. ഞങ്ങളിത് വേറെന്തോ ചെയ്ത മാതിരിയാണ്. ഇതിൽ എന്തെങ്കിലും ഒരു മോചനം ഉണ്ടാവും. 2 കിലോമീറ്റർ ഉള്ളൂ ഇനി മുരിങ്ങൂർക്ക്. പക്ഷെ എന്നിക്കൂടി മണിക്കൂറുകളായി തന്നെ അല്ലേ? അതെ.
അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു മോചനം ഉണ്ടാവും ഇനി. ഒന്നാമത് ഈ ഫീൽഡ് ആളെ കിട്ടുന്നില്ല. അത് ഈ കോലും ഈ പോലീസുകാരും മറ്റുള്ള ഇപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലൈഔട്ട് കയറ്റിയിട്ടാണ്. ഇതിൽ ഇനി വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഈ സാധനം എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വണ്ടിക്കും വാടക ഞങ്ങൾക്ക് കൂലിയില്ല, ഞാൻ വെച്ച് കൊടുക്കേണ്ടി വരും അതിന് പൈസ. ഓക്കെ, അപ്പോൾ ഇതാണ് പലപ്പോഴും ഇതേപോലെ ഒരുപാട് ജീവിക്കാൻ വേണ്ടി ഈ ഒരു വഴിയിലൂടെ ഓടുന്നവരാണ് പല ആളുകളും, ലോറി ഡ്രൈവർമാരായിക്കോട്ടെ മറ്റ് വ്യക്തികളെല്ലാവരും തന്നെ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഈ ഒരു കുണ്ടും കുഴി കാരണം ജീവിതം തന്നെ വഴിമുട്ടേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്രമാത്രം കഷ്ടപ്പാടിലേക്ക് അവരെ സംബന്ധിച്ചോളം എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ലോറികൾ, ഒരുപാട് ലോറികൾ അവർ ഇപ്പോൾ ഈ മറ്റേ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ 3:30 മണിക്ക് ഇന്നലെ പുറപ്പെട്ടതാണ്. വെളുപ്പിന് 3:30 പുറപ്പെട്ടിട്ട് ഇപ്പോഴും ഇവിടെ ചാലക്കുടി ഈ ഒരു ബ്ലോക്കിൽ കിടക്കുകയാണ്. 7 മണിക്ക് വന്നതാ എറണാകുളത്ത് പോകാൻ. ഇത് കേട്ട് അവിടെ എത്തിയിട്ടില്ല. 7 മണിക്ക് എവിടെ നിന്ന് വരുന്നത്? 7 മണിക്ക് ഞാൻ പേരമംഗലത്ത് നിന്ന് വരുന്ന. ശോഭയുടെ അവിടെ 2 മണിക്കൂർ അവിടെ കാത്തുനിന്ന്. അതിൻ്റെ ഇപ്പോൾ ആമ്പല്ലൂര് ഇവിടെ ഇന്നും കടന്ന് കിട്ടാണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് ഇവിടെ തിരിച്ചു പോകുമെന്ന് പറയാനില്ല. എപ്പോഴാണ് എത്തേണ്ടതായിരുന്നു? എനിക്കിവിടെ ഉച്ചവന്ന് എത്തണം അവിടെ എറണാകുളത്ത്. ഇത്ര മണിക്കൂറുകളായി അല്ലേ? ഇപ്പൊ ഇവിടെ തന്നെ കിടക്കേണ്ട 1 മണിക്കൂറായി. ഇവിടെ കിടന്നിട്ട് ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ. പിന്നെ ആമ്പല്ലൂര്, പിന്നെ ശോഭയുടെ അവിടെ 2 മണിക്കൂർ കിടന്നു. ശരിക്കും ഈ ടോള് നിർത്തലാക്കിയെങ്കിലും അവർ ദേശീയപാത വഴി ഈ ബ്ലോക്ക് ഇത്രയും ആയതുകൊണ്ടാണ് ടോള് നിർത്തലാക്കിയത്. പക്ഷെ എന്നിട്ട് പോലെ അവർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണല്ലേ? അതന്നെ, ആ അവസ്ഥ തന്നെ. ഇതാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും തന്നെ പറയുന്നത്. ഈ ഒരു ചാലക്കുടി പാലമാണ്, അത് പുഴയുടെ പാലമാണ്. ഈ പാലത്തിൻ്റെ പുറത്തും ഇതുപോലെ വാഹനങ്ങൾ കിടക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം ചാലക്കുടി ഫ്ലൈ ഓവറാണ്. ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ അവിടെയും വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. രാവിലെയൊക്കെ കൊടകര വരെ ബ്ലോക്കായിരുന്നു എന്നാണ് പറയുന്നത്. എത്ര നേരമായി ബ്ലോക്കിൽ കിടക്കണം? 11:42 വന്ന് കിടക്കണ ചേട്ടാ. 1:30 എനിക്ക് അങ്കമാലി സപ്ലൈ ഉള്ളതാണ്. അവർക്ക് ഓരോ ഗൾഫിലേക്കുള്ള ഓർഡർ. അത് എങ്ങനെ എത്തിക്കുന്നു എനിക്കറിയില്ല. ഈ ബ്ലോക്കാണ് ശരിക്കും പെട്ടെടുക്കുക. അപ്പോൾ ഇനി എങ്ങനെ ഏത് വഴിക്ക് പോകണം? ഒരു സ്ഥലമായിട്ട് പൊളിച്ചിട്ട് പണിത് അത് ക്ലിയർ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാം ഒരുമിച്ച് പൊളിച്ചിട്ടിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് പൊളിച്ചിട്ടതിൻ്റെ അല്ല, സർവീസ് റോഡ് കൃത്യമായിട്ട് അത് പണിയാത്തോണ്ടാണ്. ടാറിങ്ങും ഇല്ല, ഒന്നുമില്ല, എല്ലാം കുഴികളാണ്. ഇതിപ്പോൾ ഏകദേശം ഞാൻ പോട്ടയുടെ അവിടെ നിന്നാണ് ഇഴഞ്ഞഴിഞ്ഞ് ഇപ്പോൾ ഈ കണ്ടീഷനിലൂടെ എത്തിക്കുന്നത്. ഇപ്പം എനിക്ക് മെഡിസിൻ്റെ ഇതായ കാരണം എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ളതാണ്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അവിടെ നിന്നാണ് ഈ പ്രഷർ വിളിയോട് വിളിയാണ്. ഇപ്പോൾ ഒരു 5 തവണ വിളി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ജീവിതം തന്നെ വഴിമുട്ടിയ, പലപ്പോഴും ജോലിയുമായി മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ പോകുന്നവർക്കൊക്കെ ജീവിതവുമായി വഴിമുട്ടിയ അവസ്ഥയിലേക്ക് ഈ ഒരു ബ്ലോക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു കുടുംബം യാത്ര ചെയ്യുന്നുണ്ട്. എത്ര നേരെ കിടക്കണം? ഒരു 1 hour-ആയി. 1 hour-ആയി. എവിടെ നിന്നാണ്? ഞങ്ങൾ പാലക്കാട് നിന്ന് ശബരിമലയ്ക്ക് പോവാം. ശബരിമലയ്ക്ക് പോകണം. ഏകദേശം ഒരു 1 hour ഈ ഒരു ബ്ലോക്കിൽ തന്നെ കിടക്കാൻ അതെ, ഇവിടെ കിടക്കാൻ തുടങ്ങി. അല്ലേ? വലിയ ബുദ്ധിമുട്ടിലേക്കാണ്. നല്ല ബുദ്ധിമുട്ടിലേക്ക്. കാരണം കിലോമീറ്റർ നീളുന്ന ഒരു ക്യൂ ആയിട്ട് ഇത് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ബ്ലോക്ക്. അതെ അതെ അതെ. ഇപ്പം ഇത് തന്നെയാണ് അവസ്ഥ. വളരെ കുറച്ച് കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ ഒരു 5 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യാൻ 5 മണിക്കൂർ എടുക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ചേട്ടാ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല ചേട്ടാ. എത്ര നേരം കിടക്കാൻ തുടങ്ങിയിട്ട്? 4.5 മണിക്കൂറായിക്കാണ്. 4.5 മണിക്കൂറായി വണ്ടി കൊണ്ട്. എവിടേക്കാണ് പോകുന്നത്? എനിക്ക് അങ്കമാലിക്ക് പോകാനുള്ള. അങ്കമാലി വരെ എത്തിയാൽ മതി. അതിനാണ് 4.5 മണിക്കൂർ. 4.5 മണിക്കൂർ കിടക്കാൻ. ഈ ഒരു ബ്ലോക്ക് ഇതേ അവസ്ഥ തന്നെയാണ്, കിലോമീറ്ററുകൾ നീളുന്ന ബ്ലോക്ക്. അത് ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. അത് ഇന്നിപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് പോലും ഈ ഒരു ബ്ലോക്കിൽ നിന്ന് മാറാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. എവിടേക്കാണ് ചേട്ടാ? ഞങ്ങൾ എറണാകുളത്തേക്ക്. ഞങ്ങൾ പെരിന്തൽമണ്ണെന്ന്. പെരിന്തൽമണ്ണ. എത്ര നേരം ഇപ്പോൾ ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, ഇപ്പം മണിക്കൂറായി. മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടടക്കം മനുഷ്യർ ഇടങ്ങാറായിരിക്കുമല്ലോ. എന്ത് മണിക്കൂർ 1-2 മണിക്കൂർ നിങ്ങളുടെ കളി കുഞ്ഞു കുട്ടികൾ കരച്ചിലൊക്കെ നേരമായിട്ടാ. കുട്ടികളായിട്ടുള്ള ഒരു യാത്രയും കൂടിയാണ് അല്ലേ? അതെ അതെ. എപ്പോ പോകുന്ന അവിടുന്ന്? നാട്ടിൽ നിന്ന് 8 മണിക്ക് പോകുന്നതാണ്. എവിടേക്കാണ് പോകുന്നത്? എറണാകുളത്തേക്ക്. വലിയൊരു ദുരിതത്തിൻ്റെ അവസ്ഥയിലൂടെ തന്നെയാണ് ഈ ഒരു ജനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് KSRTC ഉണ്ട്. എത്ര മണിക്കൂറായി? 2-3 മണിക്കൂറായി. ഇത് പാലായിൽ 1:30 ആകുമ്പോൾ എത്തണ വണ്ടിയാണ്. ഇപ്പം പറയാൻ പറ്റത്തില്ല ഇനി മുമ്പോട്ട് എങ്ങനെയാന്നുള്ളത്. തൃശ്ശൂർ. ഒരുപാട് ആളുകളുണ്ട് അല്ലേ? സമയം കൈപിടിച്ച് പോകുന്ന ഒരുപാട് 2.5 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ എത്തുമ്പോഴത്തേക്ക് മണിക്കൂർ. ഇത് തന്നെയാണ് KSRTCയും അതിൽ പോകുന്ന ഒരുപാട് ആളുകൾ അക്ഷയമരായി തന്നെ അവരവിടെ ഇരിക്കുന്നുണ്ട്. ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ വിശ്വാസികൾ ഉണ്ട്. 1.5 മണിക്കൂർ കഴിഞ്ഞ് നിൽക്കണു. ദർശനത്തിന് പോകണതുണ്ട് ശബരിമലയിലേക്ക്. ഇതെന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവണില്ല.
ഒന്ന് ഞങ്ങളെ ഈ കുട്ടികളും മക്കളും മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇതിൽ സ്ത്രീകളും കുട്ടികളും നിൽക്കുന്ന ഒരു ബസ്സാണിത്. രാവിലെ 9 മണിക്ക് കയറിയതാണ്, ഇപ്പോൾ 2 മണിക്കൂറായി ഞാൻ ഇവിടെ നിൽക്കുന്നു. തീർച്ചയായിട്ടും എന്താണ് ഇത്ര ബ്ലോക്ക് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോലും ആളുകൾക്ക് മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക്, വെറും ഒരു സർവീസ് റോഡിൻ്റെ ഒരു പണി അത് കൃത്യമായി കറക്റ്റായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ് കൃത്യമായി ചെയ്തില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രമാത്രം ആളുകൾ, ഇത്രമാത്രം വാഹനങ്ങൾ ദുരിതത്തിൽ ആയിരിക്കും. നമുക്ക് പറയാം, ഇപ്പോൾ ഒരു ആംബുലൻസ് പോലും ഈ വഴി വന്നു കഴിഞ്ഞാൽ കടന്നു പോകാൻ പറ്റില്ല. ഒരു തീവ്ര പരിചരണ രീതിയിൽ ഒരു രോഗിയെയും കൊണ്ട് ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിൽ അവർക്ക് കടക്കേണ്ടി വരും. ഒരുപക്ഷെ രോഗിയുടെ ജീവൻ പോലും പോകുന്ന അവസ്ഥയിലേക്ക് അതും മാറും. കാരണം യാതൊരു വഴിയുമില്ല, മറ്റൊരു വഴിയില്ല ഈ ഒരു മുരിങ്ങൂര് പാലം കടന്നു പോകാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പണി നടക്കുന്ന പാലം കടന്നു പോകാനായിട്ട്. അപ്പം അത്രമാത്രം ആളുകൾ ദുരിതത്തിലായിരിക്കുകയാണ്. എவ்வளோ നേരം இந்த ബ്ലോക്കിൽ? 1 hour மேல இருக்கும். 1 hour இருக்கும். 1 hourக்கு மேலே? ஆமா. எங்கேருந்து வரணும்? தமிழ்நாடு திருச்சி. திருச்சியிருந்து வரணும். ശബരിമലയ്ക്ക് പോകും. കൊച്ചിൻ പോകണം. കൊച്ചിൻ പോകണം. ആമാ. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന അന്യ സംസ്ഥാന ആളുകൾ പോലും ഈ ഒരു ബ്ലോക്കിൽ ഇതെന്തുകൊണ്ട് എന്ന രീതിയിലേക്ക് മനസ്സിലാവാതെ തന്നെ കിടക്കുകയാണ്. നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആ ഒരു മേൽപ്പാലം, ഫ്ലൈ ഓവർ മേൽപ്പാലത്തിൻ്റെ മുകളിലേക്ക് വരെ ഈ ഒരു ബ്ലോക്ക് ചെന്നെത്തുന്ന രീതിയിലേക്കാണ്. എന്താണ് ഇവിടെ പറയാനുള്ളത്? എന്നാ 3 മണിക്കൂറായി ഇവിടെ കിടക്കണു. 3 മണിക്കൂർ എവിടേക്കാ? ഞങ്ങൾക്ക് പെരുമ്പാവൂര് എത്തേണ്ടതാണ്. 3 മണിക്കൂർ ഇവിടെ തന്നെ കിടക്കണം. പിന്നെ പെരുമ്പാലത്ത് തിരിച്ചു വന്ന സമയമായി. കുറേ നേരമായി. രാവിലെ 6 മണി തൊട്ട് വന്ന് കിടക്കണ. 6 മണി മുതൽ 6 മണിക്ക് വന്ന് ഉച്ച സമയമായി ഉറക്കം വന്ന് കുറച്ചു നേരം മാറ്റിയിട്ട് ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പിന്നെ എടുത്ത് ഇത് തന്നെ അവസ്ഥ. ഭക്ഷണം കഴിച്ചിട്ടില്ല, ബാത്റൂം പോയിട്ടില്ല, ഒന്നുമില്ല. ഒന്നും ചെയ്യാൻ പറ്റാതെ പെട്ടെടുക്കുന്ന വണ്ടി ഇടാൻ സ്ഥലമില്ല, നിർത്താൻ സ്ഥലമില്ല. ഈ ബ്ലോക്ക് എല്ലാം ഉണ്ടാക്കുന്നത് ഒരു സർവീസ് റോഡിന്റെ പണി നടക്കാത്തതുകൊണ്ട് മാത്രമാണ്, വേറെ ഒന്നുമല്ല. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ആ ഒരു 2 സ്ഥലം കുറേ ആയി. 2 കൊരട്ടി ഭാഗത്തും ഇവിടെ കുറച്ച് ഭാഗത്തും ഈ ബ്ലോക്ക് കുറച്ച് ആയി തുടങ്ങിയിട്ട്. എന്നാൽ അവർക്ക് ആ ഭാഗം മാത്രം ഒന്ന് ക്ലിയർ ആക്കി വിടുമായിരുന്നു, ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. ഇപ്പൊ എത്ര വണ്ടി കിടക്കുന്നത്? പലപ്പോഴും ഇങ്ങോട്ട് 3 മണിക്കൂർ ഒന്ന് റോഡ് ക്ലിയർ നിർത്തി കൊടുക്കാൻ പോലീസ് തയ്യാറാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടാർ ചെയ്യേണ്ട അവസ്ഥയുള്ളൂ. പക്ഷെ അവർ ടാർ ചെയ്യുന്നില്ല, ഇതുവരെ ടാർ ചെയ്യുന്നില്ല. നമുക്ക് നിങ്ങളെപ്പോഴും പോകുന്നതാണെങ്കിൽ ആ വഴി അറിയാം, ആ കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയാണ്. വഴിയെല്ലാം അവസ്ഥ തന്നെയാണ്. പക്ഷെ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ 3 മണിക്കൂർ ഇതേപോലെ വണ്ടികൾ കിടക്കുമല്ലേ, പിന്നെ അത് ക്യൂ നീളൂലേ. 3 മണിക്കൂർ മൊത്തത്തിൽ അങ്ങ് നിർത്തിയിട്ട് ഇപ്പൊ ചെറുതായിട്ടെങ്കിലും പോകുന്നുണ്ട്. 3 മണിക്കൂർ നിർത്തിയിട്ട് മൊത്തത്തിൽ നീളുമല്ലേ. ഓക്കെ, എന്തായാലും 2 വീലറൊക്കെ ആയിട്ട് അല്ലേ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പെടാണ്. 2 വീലർ ആണെങ്കിൽ പോലും ബ്ലോക്കാണ്, ഭയങ്കര ബ്ലോക്കാണ്. കടന്നു വരാൻ പറ്റുന്നില്ല. ഇല്ല നല്ല ബ്ലോക്കാണ്. എത്ര നേരം ബൈക്കിൽ പോലും? ഞാനിപ്പോൾ ഒരു 3/4 മണിക്കൂർ മേളിലായിട്ട് ഈ ബ്ലോക്കിനകത്ത് നിന്ന് കളിക്കാം. പിന്നെ കുത്തിക്കയറ്റി വരുമായിരുന്നു. ഇതേപോലെ വണ്ടിയൊക്കെ നിർത്തി ഡോറൊക്കെ തുറന്ന് നിൽക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? ഡാൻസ് കളിക്കാൻ പോകുന്നത് ഇത് വലിയൊരു ഭാഗ്യം തന്നെ എന്ന് പറയാല്ലേ. ഈ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ റോഡൊക്കെ നിർത്തി ചിന്തിക്കാൻ പറ്റാത്ത സമയം അല്ലേ. ഇത്ര വാഹനങ്ങളുടെ നടക്കി ഇതേപോലെ റോഡൊക്കെ നിർത്തി ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ദേശീയപാത അതോറിറ്റി കൊടുക്കാം അല്ലേ? കൊടുക്കാം. എത്ര നേരമായി ബ്ലോക്കിൽ കിടക്കുന്നു? ഏകദേശം 1.5 മണിക്കൂറായി. എവിടേക്കാണ് യാത്ര? കൊല്ലത്തേക്കാണ്. 1.5 മണിക്കൂർ എവിടെന്നാ വരുന്നത്? 1 മണിക്കൂർ തൃശ്ശൂർ കിടന്നിട്ട് വരുവാ. ഇനിയും 1.5 മണിക്കൂർ ഇപ്പോൾ ഇവിടെ കിടക്കുന്നു അല്ലേ? ഇനി എത്ര മണിക്കൂർ കിടക്കണം? ഇനി ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് നിങ്ങൾക്ക് എത്തേണ്ടത്. 2.5 കിലോമീറ്റർ എത്തണം. പക്ഷെ അത് ഇതേപോലെ തന്നെ പോവുള്ളൂ. 2.5 കിലോമീറ്റർ എത്താൻ കുറച്ച് മണിക്കൂറുകൾ നിങ്ങൾ എടുക്കേണ്ടി വരും. ദേശീയപാതയിൽ കുറച്ച് ഫുഡെങ്കിലും തരാൻ പറയണം അല്ലേ? തീർച്ചയായിട്ടും. സമയം ഇപ്പോൾ ഏകദേശം 1.5 ആവാറായില്ലേ? എനിക്കൊരു കഴിഞ്ഞ 2018 പ്രളയത്തിൻ്റെ ഒരു സമാന രീതി ഇവിടെ ഫീൽ ചെയ്യുകയാണ്. ഇതേപോലെ വാഹനങ്ങൾ ഇവിടെ വെള്ളം കയറിയതിൻ്റെ പേരിൽ നിർത്തിയിടുന്നു. ഇതേപോലെ ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് വണ്ടികൾ കൊണ്ടുപോയി കൊടുക്കുന്നു. ഒരുപക്ഷെ അതേപോലെ ചെയ്യേണ്ടി വരും അല്ലേ? അല്ല, നമുക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട്, അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ വണ്ടി ഇവിടെ ആയിപ്പോയി, ഇല്ലെന്നേ അപ്പുറത്തോട്ട് പോകാമായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ദേശീയപാതയിൽ NH 66 നടുക്ക് വാഹനങ്ങൾ നിർത്തിയിട്ട് ആളുകൾ പുറത്തിറങ്ങി നിൽക്കുന്നു, ഡാൻസ് കളിക്കാൻ തോന്നുന്നു. അതൊക്കെ ഒരു പ്രതിഷേധപാത രീതിയിൽ തന്നെ ഇവർ പറയുകയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? റീൽസ് എടുക്കാൻ വരാൻ പറയും. റിയാസ് സാറോട് റീൽസ് എടുക്കാൻ വരാൻ പറയും. ഇതൊന്നും കാണിക്കും. പ്രിയ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനാണ്. വളരെ ഗതികേടാണ് സാറേ, വളരെ മോശമാണ്. ഇത് നിങ്ങൾ എത്ര മണിക്കൂറായി ബ്ലോക്ക് ഇറക്കാൻ പറയുന്നത്? 2 മണിക്കൂർ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നത് വെറും ഒരു ചെറിയൊരു സർവീസ് റോഡിന്റെ പണി കൃത്യമായിട്ട് നടത്താത്തതുകൊണ്ടാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മള് ഇപ്പൊ വരുന്നത് മലപ്പുറത്ത് നിന്ന് വരുന്നത്, മലപ്പുറം തിരൂര് ഭാഗത്തുനിന്ന്. വണ്ടി എടുക്കുന്നുണ്ട്. ഇറങ്ങി നടക്കാൻ ഇരിക്കാൻ പറ്റുന്നത് എത്ര നേരത്തിൽ ഇരിക്കുക? കാരണം വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ വന്നതാണ്. എയർപോർട്ടിൽ അവിടെ നിന്ന് 7 മണിക്ക് പുറപ്പെട്ടാണ്. 1.5 മണിക്കൂറിന് മേലെ മൂപ്പരോടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവരാനായതുകൊണ്ട് ഇത് കൊണ്ടാക്കാനുള്ള സിറ്റുവേഷൻ ആലോചിച്ച് നോക്കണേ.
ഇതിപ്പോൾ കൊണ്ടുവരാനായിരുന്നു ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് എന്നാലും വേണ്ടില്ല. പക്ഷേ എത്ര പേര് ഇതിന് ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ 6 പാലത്തിന് പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. എങ്ങനെ പാലത്തിന് പണി നടക്കുകയാണെങ്കിലും ഇവർ ഇത്ര ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ അതിനോട് ഒരു ഷെഡ്യൂൾ ചെയ്തിട്ട് പണി നടത്താൻ എന്തെല്ലാം വകുപ്പ് ഇപ്പോഴത്തെ കാലത്തുണ്ട്. ഇന്ന് ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ട് അവർക്ക്? അത് ചെറിയ ബുദ്ധിമുട്ടാണ്. ഇത് ആരോട് ചോദിച്ചാലും ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് പോലും നല്ല വാക്ക് പറയാനില്ല. അത്രയും ബുദ്ധിമുട്ടാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ശക്തിക്ക് ഇന്നത്തെ കഴിഞ്ഞു, നാളെയെങ്കിലും അല്ലെങ്കിൽ ഉച്ചതിന് മുന്നേ എന്തെങ്കിലും നടപടി ശരിക്കും ഒരു സ്വീകരിക്കണം. ഇത് കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ബ്ലോക്ക് ഇവിടെ. പക്ഷേ ഇത് നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ന്യൂസിലോ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ വഴിക്ക് വരില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഗുരുവായൂർ വേറെ റൂട്ട് വഴി പോകുമായിരുന്നു. ഇതിപ്പോൾ എന്ത് വഴി വന്നും ചെയ്തു, വന്ന് പെട്ടും ചെയ്തു. പലപ്പോഴും പലവരും അങ്ങനെ തന്നെയാണ്. ഈ വഴി വന്ന് പെട്ട് കഴിയുമ്പോഴാണ് ഇനി പുറത്തെടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. പലപ്പോഴും നമുക്ക് ഇരിഞ്ഞാലക്കുട വഴിയോ ഗുരുവായൂർ വഴിയൊക്കെ നമുക്ക് പലപ്പോഴും ഈ ഒരു എയർപോർട്ടിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ പലപ്പോഴും ഈ ഒരു ബ്ലോക്കിനെ കുറിച്ച് അറിയാതെ തന്നെ ഈ റോട്ടിലേക്ക് കയറി പോകുന്നു. അതിനുശേഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പോലും പറ്റാതെ, ഇറങ്ങാൻ പോലും പറ്റാതെ, ഭക്ഷണം പോലും കഴിക്കാതെ കൊച്ചു കുട്ടികളടക്കം ഈ ഒരു ബ്ലോക്കിൽ പല വണ്ടികളിലും കിടക്കുകയാണ്. ഒരുപക്ഷെ രോഗികളുണ്ടാവാം ഈ പോകുന്നവരിലെല്ലാം, അല്ലെങ്കിൽ ഒരുപാട് മരുന്ന് എത്തിക്കണം, അങ്ങനെ പല അത്യാവശ്യ സർവീസുകളും ഈ ഒരു ബ്ലോക്കിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും പേരുടെ ആവശ്യങ്ങളൊക്കെ അത് വേണ്ടെന്ന് വെച്ച്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലൊരു ധാർഷ്ട്യ മനോഭാവം തന്നെ എന്ന് നമുക്ക് പറയാം ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ. കാരണം ഈ ഒരു ബ്ലോക്ക് ഇന്നൊരു ദിവസം ഉണ്ടായതല്ല, ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ഒരു ബ്ലോക്ക് ഈ ഒരു മുരിങ്ങൂര് അടിപ്പാതയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് സർവീസ് റോഡാണ്. സർവീസ് റോഡിലുള്ള കുണ്ടും കുഴി തന്നെയാണ്. ആ കുണ്ടും കുഴിയും നിരപ്പാക്കാതെ പലപ്പോഴും വെറുതെ മണ്ണിട്ടിട്ട്, ചെളിമണ്ണിട്ട് ആ കുഴി അത് അടയ്ക്കുക. 2 വണ്ടി പോയി കഴിയുമ്പോൾ വീണ്ടും അതൊരു തോടായി മാറുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചന്ദ്രനേക്കാൾ വലിയ ഗർത്തങ്ങളുള്ള സർവീസ് റോഡുകൾ നമ്മുടെ ഈ ഒരു കേരളത്തിൽ ദേശീയപാത അതോറിറ്റി നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. അതാണ് ഇത്രയും ജനങ്ങളെ ഈ ഇന്നലെ രാത്രി 9 മണി മുതൽ ആരംഭിച്ച ഈ ഒരു ബ്ലോക്ക് ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടും ഈ ഒരു ബ്ലോക്കിന് ഒരു അവസാനം ഉണ്ടാവുന്നില്ലെങ്കിൽ അത് ഇത്രമാത്രം ജനങ്ങളെ ബാധിച്ചെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം അത് ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയാണ്. ടോൾ പിരിവ് നിർത്തിയത് മുതൽ ഹൈക്കോടതി നിർത്തിയത് മുതൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും ആ ഒരു സർവീസ് റോഡിൽ അവർ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യവും സത്യവും. അതുതന്നെയാണ് ഇത്രയ്ക്കും ആളുകളെ കഷ്ടത്തിലാക്കിയിരിക്കുന്നതും വേദനയിലാക്കിയിരിക്കുന്നതും.